പക്ഷേ ഇന്നതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇനിയിപ്പം ഹോട്ടലിലേക്ക് പോകണം. ഇവനെയാണ് ഞാൻ കാത്തു നിന്നത് കുറേ നേരം. അപ്പം അവനിങ്ങനെ വന്നിട്ട് ഇനിയിപ്പോൾ ചെക്കിങ് ചെയ്തിട്ടൊക്കെ റൂം കാണിച്ചു തരാം. അപ്പം എൻ്റെ അടുത്ത യാത്രയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ സാൽസ്ബർഗിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അപ്പം പോകുന്ന വഴി ഞാൻ ഒരു ട്രാം എടുത്തിട്ട് വേണം ട്രെയിൻ പിടിക്കാൻ. ട്രാം എടുത്തിട്ട് ട്രെയിൻ വരുന്ന ഇടയ്ക്ക് തന്നെ ഒരു സ്പേസ് ഉണ്ട്, സമയമുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി. ക്രിസ്മസ് ആയതുകൊണ്ട് ഷോപ്പൊക്കെ ക്ലോസ് ആണ്. ഇവിടെ ജർമ്മനിയിൽ അങ്ങനെയുണ്ട്. പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ ആകുമ്പോൾ റെസ്റ്റോറൻറ്റ്സ് ഷോപ്സും എല്ലാം ക്ലോസ് ആവും. അപ്പം നമുക്ക് ഫുഡ് കിട്ടാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം ഇന്ന് പോയി അതൊന്ന് വാങ്ങിക്കണം. ഫുഡ് വാങ്ങിച്ച് ബ്രെഡും ജാമും അങ്ങനത്തെ ഒക്കെ കയ്യിൽ വെച്ചേക്കും. നമുക്കിപ്പം ഷോപ്പ് ഒന്നും തുറന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കയ്യിലുണ്ടാകുന്ന നല്ലതായിരിക്കും എന്ന് വാങ്ങിയിട്ട് ഞാൻ പോകുന്നതാണ്. അപ്പം ഞാൻ ഷോപ്പിൽ പോവും, സാധനം വാങ്ങിക്കാനായിട്ട് പോവാണ്. അപ്പം ഈ സാധനം വാങ്ങിച്ചിട്ട് വേണം ട്രെയിനിൽ കയറാൻ. അപ്പം പോകുന്ന വഴിയാണ്. നമുക്ക് അടുത്ത ഞാൻ ഷോപ്പിൽ വെച്ച് കാണാം. എന്തെങ്കിലും ഷോപ്പിൻ്റെ ദൃശ്യങ്ങളാണ് കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം ഗൈസ് നമ്മൾ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. അവരുടെ ഭാഗ്യവശാൽ ഷോപ്പ് ക്ലോസ് ആണ്. ഷോപ്പ് ക്ലോസ് ചെയ്തു ഗൈസ്, ഷോപ്പ് ക്ലോസ് ചെയ്തു പോയി. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ സംഭവം എന്താ പറയുക, ഈ ഷോപ്പ് ഗൂഗിളിൽ തുറന്നു നടക്കുന്നതെന്നാണ് കാണിച്ചത്. അപ്പം അത് കണ്ടിട്ട് വന്നതാണ്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. എല്ലാ ഷോപ്പും ക്ലോസ് തന്നെയാണ് ജർമ്മനിയിൽ ഈ ക്രിസ്മസ് സമയത്ത്. 1-2 റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ആയിരിക്കും. യൂറോപ്പ് മൊത്തം എങ്ങനെയാണോ എന്നറിയില്ല. ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ ഓപ്പൺ ആയിരിക്കും വേറെ യൂറോപ്യൻ കൺട്രിയിൽ. പക്ഷെ ജർമ്മനിയിൽ ഇങ്ങനെയാണ്. ഈ സൂപ്പർ മാർക്കറ്റും ഫാർമസി പോലും ക്ലോസ്ഡാണ്. ഹോസ്പിറ്റൽസ് വരെ, ചില ഹോസ്പിറ്റൽസ് വരെ ക്ലോസ്ഡ് ആയിരിക്കും. ഈ എമർജൻസി യൂണിറ്റ് ഓപ്പൺ ആയിരിക്കും. പക്ഷേ എന്താ പറയുക, ഈ കൺസൾട്ടേഷൻസ് ഒന്നും കാണത്തില്ല. ഫുള്ള് ഇതാണ് കാണാം. അതായത് ഞാനിപ്പോൾ പോകുന്നത് പൊതുവെ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ളൊരു സിറ്റിയാണിത്. പക്ഷേ ഇന്നതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് അവസ്ഥ. വലിയ ആളുമില്ല, ബഹളവുമില്ല, ഒന്നുമില്ല. എല്ലാം ക്ലോസ്ഡാണ്. നിങ്ങൾ നോക്കുക, ഈ ഷോപ്പ് ക്ലോസ് ആണ്. ഇതിൻ്റെ തൊട്ടടുത്ത വീണ്ടും ഒരു ഷോപ്പ് ക്ലോസ് ആണ്. അടുത്തൊരു ഷോപ്പ് വീണ്ടും ക്ലോസ് ആണ്. അത്ര ആളോ ബഹളമോ ഒന്നുമില്ല. ലൈക്ക് ഒരു എന്താ പറയുക, ഒരു വിജനമായ സ്ഥലത്ത് ഒരു മനുഷ്യനും ഇല്ലാത്തതുപോലെ ഉണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ ക്രിസ്മസിൻ്റെ അവസ്ഥ. ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പം ഫുഡ് ഭാഗ്യം പോലെ ഒരു അറബിക് ഷോപ്പ് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു അറബിക് ബ്രെഡ് കുബൂസ് എന്ന് പറയും, കുബൂസും പിന്നെ എന്താ പറയുക ചീസും വാങ്ങിച്ചു. ഭാഗ്യം പോലെ തുറന്നുകൊണ്ടുകൊണ്ട് ഭാഗ്യമായി. അതൊക്കെ വാങ്ങിച്ചു വെച്ചു. പിന്നെ എന്താ പറയുക, ഈവൻ റെയിൽവേ സ്റ്റേഷൻസിൽ ഓരോ ഷോപ്സ് ക്ലോസ് ആണ്. പിന്നെ ട്രെയിൻ പിടിക്കാനുള്ള ധൃതിയിൽ ഞാൻ അതൊന്നും കാണിച്ചില്ല. സിറ്റി സെൻറ്ററൊക്കെ ഞാൻ പറഞ്ഞ പോലെ വിജനമാണ്, ആരുമില്ല. പക്ഷേ ഇന്ന് റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര ക്രൗഡഡാണ്. ഇന്നിപ്പം എല്ലാവരും ട്രാവൽ ചെയ്യുന്ന ടൈമായിട്ട് ഭയങ്കര ക്രൗഡാണ്. അതുകൊണ്ട് എനിക്ക് നേരത്തെ ഞാൻ ഇവിടെ ട്രെയിൻ സ്റ്റേഷനിൽ നിൽക്കുക. ഇനിയിപ്പോൾ സീറ്റ് പിടിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ട്രെയിനിൽ കയറിയിട്ട് നമുക്ക് അടുത്ത വിഷ്വൽസിലേക്ക് പോവാം. ട്രെയിനിൽ കയറി സീറ്റ് കിട്ടി. ഭാഗ്യം പോലെ വന്ന ട്രെയിൻ കാലിയായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട്. പക്ഷെ ഒരുപാട് പേര് കയറുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഭയങ്കര ക്രൗഡായിരുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ക്രൗഡ് ഉണ്ടാകുമ്പോൾ വിചാരിച്ചതെന്ന് വെച്ചാൽ സീറ്റ് കിട്ടത്തില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് വന്നിറങ്ങിയത് ലാസ്റ്റ് സ്റ്റോപ്പിലായി ട്രെയിൻ. ഇനിയിപ്പം എന്താ പറയുക, ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഇനി വീണ്ടും ഈ ട്രെയിൻ തിരിച്ചു പോകും. ഈ പോകുന്ന വഴിക്ക് കയറുന്ന ട്രെയിനല്ല, ലാസ്റ്റ് സ്റ്റോപ്പിൻ്റെ ട്രെയിനായിരുന്നു. അപ്പം ലാസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് പൊതുവെ എല്ലാവരും ഉള്ള ആൾക്കാർ ഇറങ്ങിയിട്ടാണ് നമ്മൾ കയറുന്നത്. ഇത് ഇറങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല. ഭാഗ്യം പോലെ സീറ്റ് മൊത്തം എനിക്ക് കിട്ടിയതേ നിങ്ങൾക്ക് കാണാം. ഫുൾ റോ എനിക്കുള്ളത് പോലെയാണ് ഇപ്പം. ഓക്കെ, ഫുൾ എംറ്റിയാണ് സീറ്റ്. എന്തായാലും നോക്കാം. ഭാഗ്യം പോലെ ഈ റോ മൊത്തം കിട്ടുവാണെങ്കിൽ അത്ര സുഖമായിരിക്കും. എന്തായാലും 2 ട്രെയിൻ എടുക്കണം. 4 മണിക്കൂർ യാത്ര ഉണ്ട്. പൊതുവേ സ്പീഡ് ട്രെയിൻ എടുക്കുകയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് എത്തും. ICE എന്ന് പറയുന്ന ട്രെയിനിൽ. ഇത് ഞാൻ എന്താ പറയുക, ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് വെച്ച് പോകുന്നൊരു ഇതാണ്. ഈ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് എന്ന് വെച്ചാൽ അതായത് നമുക്ക് ഒരു പാസ് പോലെയാണ്. നമ്മൾക്ക് ജർമ്മനിയിൽ ബസ്സോ ട്രാമോ എന്ത് വേണോ എടുക്കാം. അപ്പം അങ്ങനെ ഒരു പാസ് പോലൊരു സംഭവമാണ്.
അത് ബസ്സും ട്രാമും ട്രെയിനും എല്ലാം വിത്തിൻ ജർമ്മനി എടുക്കാം. നമുക്ക് സ്പീഡ് ട്രെയിൻസും കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല. അപ്പം ഞാൻ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് വെച്ചാണ് യാത്ര ചെയ്യുന്നത് മൊത്തം. ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളതൊക്കെ. ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ യാത്ര ചെയ്യാന്നുള്ളതൊക്കെ. അപ്പം ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ പോകുന്നതില്ല. അപ്പം അതുകൊണ്ട് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് ആയതുകൊണ്ട് ലോക്കൽ ട്രെയിൻസ് എടുത്ത് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പം ഈ 2 മണിക്കൂർ യാത്ര 4 മണിക്കൂറാവും. അപ്പം ഞാൻ പോകാൻ പോകുന്ന സാൽസ്ബർഗിലാണ്. അപ്പം പിന്നെ മ്യൂണിക് എന്ന് പറഞ്ഞ സിറ്റിയിൽ പോകും, ജർമ്മനിയിൽ. അവിടെ പോയി ഞാൻ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യും. സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ ഞാൻ സാൽസ്ബർഗിലേക്ക് പോകും. സാൽസ്ബർഗ് മ്യൂണിക്കിൽ നിന്ന് ആകെ ഒരു 2 മണിക്കൂർ ജേർണി മാത്രമേ ഉള്ളൂ. അത് ഈ ട്രെയിൻ വെച്ച് നമുക്ക് പോകാൻ പറ്റും. അപ്പം അതൊക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും. എല്ലാം ഈ ഫുൾ വീഡിയോയിൽ നിങ്ങൾ കാണും. അപ്പം യാത്ര തുടങ്ങുകയാണ്. രണ്ടാമത്തെ ട്രെയിനിൽ ഞാൻ കയറിയിരിക്കുകയാണ്. അപ്പം അടുത്ത മ്യൂണിക്കിലോട്ടാണ് പോകുന്നത് ഈ ട്രെയിൻ. 2 ട്രെയിൻ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആദ്യത്തെ ഒരു ട്രെയിൻ കഴിഞ്ഞു. ഇതിപ്പോൾ രണ്ടാമത്തെ ട്രെയിനിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഇനി മ്യൂണിക്കിലോട്ട് പോകണം. ഇനി മ്യൂണിക്കിൽ പോയിട്ട് ഇനി അവിടെ സ്റ്റേ ചെയ്യും. ഞാനിന്ന് ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ സാൽസ്ബർഗിൽ പോകാനാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും ഇത് കാണുന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മ്യൂണിക് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പം മ്യൂണിക്കിലെത്തി. ഇനി എൻ്റെ ഒരു ഫ്രണ്ട് വരാനുണ്ട്. അപ്പോൾ ഞാൻ അവനെ വെയിറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടിയാണ് പോകുന്നത് ഇവിടെയാണ് സാൽസ്ബർഗിലേക്ക്. അപ്പോൾ ആ ഫ്രണ്ടും കൂടെ വരുന്നുണ്ട്. അവൻ വേറൊരു സിറ്റിയിലാണ്. അപ്പം അവനും വരും. അപ്പം അവനെ കാത്തിരിക്കുകയാണ് ഞാനിപ്പം. അപ്പം അവനിങ്ങനെ വന്നിട്ട് ഇനിയിപ്പം ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യണം. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് അവിടെ സ്റ്റേ ചെയ്തിട്ട് എന്താ പറയുക, നാളെ ആണ് സാൽസ്ബർഗിലേക്ക് പുറപ്പെടാൻ പോകുന്നത്. അപ്പം ഇന്നിപ്പം ജസ്റ്റ് ഒന്ന് ഹോട്ടലിലൊന്ന് ചെക്ക് ചെയ്തിട്ട് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെയാണ് ഇവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എന്തായാലും അവന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവൻ വരുമ്പോൾ ഞാനും അവനും കൂടി ഇനി ഒന്നിച്ച് പോയിട്ട് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യും. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഇവനെയാണ് ഞാൻ കാത്തു നിന്നത് കുറേ നേരം. അപ്പോൾ കുറേ നേരമല്ല, ഒരു അരമണിക്കൂർ കാത്തു നിന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പോൾ പോവാണ്. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ക്രിസ്മസിന് എല്ലാ ഷോപ്പും ഭയങ്കര ക്ലോസ്ഡാണ്. അപ്പം ജസ്റ്റ് ഇന്നിപ്പം എന്താ പറയുക, ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഒരു ഡോണർ ഷോപ്പ് കണ്ടു ഭാഗ്യം പോലെ. അപ്പം ഡോണർ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് ഇനിയിപ്പം ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ ഇത് ഡോണറാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇന്നത്തെ രാത്രിയത്തെ ഫുഡ് ഇതാണ്. അപ്പം ഇതും കഴിച്ച് ഇനിയിപ്പം എന്താ പറയുക, ഇനിയിപ്പം ഹോട്ടലിലേക്ക് പോകണം. ഇനി അടുത്ത ഹോട്ടലിൽ എത്തിയിട്ടുള്ള എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കാണാം, ഞാൻ ഹോട്ടലിലെത്തിയിരിക്കുകയാണ്. ഇനി റൂമൊക്കെ ഒന്ന് റിസർവ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ടൊക്കെ റൂം കാണിച്ചു തരാം. റൂം ചെക്ക് ഇൻ ചെയ്തു. ഇനി റൂമിൽ കയറണം. അപ്പം ഇതൊരു ഷെയർഡ് റൂമാണ്. അതുകൊണ്ട് ഞാൻ റൂമിൽ ഇരുന്ന് അധികം സംസാരിക്കുന്നില്ല, കാരണം അടുത്തുള്ളവർ ഉറങ്ങുകയാണ്. അപ്പം ഉറങ്ങുന്ന സമയം രാത്രി ആയതുകൊണ്ട് ഞാൻ താഴെ ലോബിയിലേക്ക് വരും. ചെക്ക് ഇൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ലോബിയിലോട്ട് വന്ന് എന്താ പറയുക, നാളെ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാണ്ടെന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഇനിയിപ്പം ഉറങ്ങാൻ പോകുന്നതായിരിക്കും. അപ്പം ഞാൻ റൂമിലേക്ക് നടക്കുകയാണ്. റൂം ചെക്ക് ഇൻ ചെയ്ത്. അപ്പം ഇതാണ് എൻ്റെ റൂം. ഇതാണ് എൻ്റെ ഹോട്ടൽ റൂം. അപ്പം ബാക്കിയുള്ളവർ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാനും നല്ല ടയേർഡാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇനി ഉറങ്ങണം. ഉറങ്ങിയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പം ജസ്റ്റ് നാളെ ഒന്ന് ഉറങ്ങണം. ഇന്ന് ഉറങ്ങി എണീച്ച് നാളെ ഒന്ന് എണീക്കണം. ഇന്ന് ഉറങ്ങി നാളെ ഒന്ന് എഴുന്നേൽക്കണം. അപ്പം
അടുത്ത ദിവസം കാണാം.